He has sold India because they are choking him. They've got a grip on his neck. പ്രധാനമന്ത്രിയുടെ കഴുത്തിൽ ട്രംപിന്റെ പിടിയുണ്ട്. മോദിയുടെ കണ്ണുകളിൽ ഞാൻ പേടി കാണുന്നു. Now the United States will decide who we buy oil from. നമ്മൾ എവിടെ നിന്ന് എണ്ണ വാങ്ങണമെന്ന് ട്രംപ് തീരുമാനിക്കുന്നു. And talk this type of nonsense. Yes, sir. Are you not ashamed of yourselves? രാജ്യത്തെ ഡേറ്റ മുഴുവൻ വിൽക്കാൻ നിങ്ങൾക്ക് നാണമില്ലേ? There is a businessman called Mr. Anil Ambani. I want to ask the question, why is he not in jail? അനിൽ അംബാനി ജയിലിൽ പോകാത്തത് എപ്സ്റ്റീൻ ഫയലിൽ പേരുള്ളത് കൊണ്ടാണ്. Not say the name Epstein, and I will not say the name Anil Ambani, and I will not say the name. No, I will not say so. സ്വാഗതം പേജ് 10 സ്റ്റോറീസിലേക്ക്. BJP പേടിച്ചതുപോലെ തന്നെ സംഭവിച്ചു. ബജറ്റ് ചർച്ചയിലെ പ്രസംഗത്തെ ബുദ്ധിപൂർവ്വം ഉപയോഗപ്പെടുത്തി രാഹുൽ ഗാന്ധി. മോദിക്കെതിരെ രാഹുൽ ഉയർത്തിയത് രൂക്ഷ വിമർശനമാണ്. പ്രധാനമായും 3 കൃത്യമായ പോയിന്റുകളാണ് രാഹുൽ സഭയിൽ ഉയർത്തിയത്. ഒന്ന്, മോദി ഇന്ത്യൻ ഡേറ്റയെ, അതിലൂടെ ഇന്ത്യയെ തന്നെ ട്രംപിന് വിറ്റു. 2, ഇന്ത്യ എവിടെ നിന്ന് എണ്ണ വാങ്ങണമെന്ന് ട്രംപ് തീരുമാനിക്കുന്നു. ഇത് നാണക്കേടാണ്. 3, മോദിയെ ട്രംപ് കുരുക്കിയത് അദാനിയെ വെച്ചും അനിൽ അംബാനിയെ വെച്ചുമാണ്. അനിൽ അംബാനിയെ അറസ്റ്റ് ചെയ്യാത്തത് എപ്സ്റ്റീൻ ഫയലുമായി അയാൾക്ക് ബന്ധമുള്ളത് കൊണ്ടാണ്. ഇങ്ങനെയുള്ള പോയിന്റുകളാണ് രാഹുൽ ഉയർത്തിയത്. രാഹുലിനെ പേടിച്ചിട്ടാണെന്ന് തോന്നുന്നു സ്പീക്കർ ഓം ബിർള വിട്ടുനിന്നു. പകരം സഭ നിയന്ത്രിച്ച ജഗദംബിക പാലും ഭരണപക്ഷ അംഗങ്ങളും നിരവധി വട്ടം രാഹുലിനെ തടസ്സപ്പെടുത്താൻ നോക്കിയെങ്കിലും രാഹുൽ പറയാനുള്ളതെല്ലാം പറഞ്ഞു. മാർഷൽ ആർട്സിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് മോദിക്ക് മേൽ ട്രംപിനുള്ള പിടിയെക്കുറിച്ച് രാഹുൽ വിശദീകരിച്ചത്. രാഹുലിന്റെ പാർലമെന്റിലെ പ്രസംഗത്തെ മലയാളത്തിലാക്കിയാണ് ഈ വീഡിയോയുമായി വന്നത്. രാഹുലിന്റെ പ്രസംഗത്തിലേക്ക് നമുക്ക് പോകാം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മാർഷൽ ആർട്സിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് രാഹുൽ പ്രസംഗം തുടങ്ങിയത്. Rijiju ji asked me, how do I keep fit? You recall that? And I mentioned to him that I do jiu-jitsu, I do martial arts. And lots of people now in India, youngsters do martial arts. കുറച്ചു കാലം മുമ്പ് മന്ത്രി റിജിജു എന്നോട് ചോദിച്ചു ഞാൻ എങ്ങനെയാണ് ഫിറ്റായി ഇരിക്കുന്നത് എന്ന്. ഞാൻ ജൂജിത്സു ചെയ്യുന്നുവെന്നും മാർഷൽ ആർട്സ് ചെയ്യുന്നുവെന്നും ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. പ്രേക്ഷകരുടെ അറിവിലേക്ക് പറയുകയാണ്, രാഹുൽ ഗാന്ധി പറഞ്ഞ ജൂജിത്സു എന്നാൽ ജാപ്പനീസ് ആയോധന കലയാണ്. അതിനുശേഷം രാഹുൽ ഗാന്ധി തുടർന്നത് ഇങ്ങനെയാണ്: സ്പീക്കർ സാർ, മാർഷൽ ആർട്സിന്റെ അടിസ്ഥാനം ഗ്രിപ്പാണ്. എതിരാളിയെ ഗ്രിപ്പ് ചെയ്യാൻ ശ്രമിക്കും. ഇത്രയും പറഞ്ഞപ്പോഴേക്കും ഭരണപക്ഷത്ത് നിന്ന് ബഹളം വന്നു. मार्शल आर्ट की जो फाउंडेशन होती है स्पीकर सर, वो ग्रिप से शुरू होती है. जब हम शुरुआत करते हैं, हम ओपोनेंट पर ग्रिप लेते हैं, ग्रिप लेने की कोशिश करते हैं. ग्रिप नहीं होती है तो कुछ नहीं होता है. ये तो अच्छी बात कह रहे हैं, लेकिन बोले तो नहीं है इसको अच्छी बात कह रहे हैं. हम उनको सपोर्ट. കാരണം രാഹുൽ ഗാന്ധി പറയുന്നത് പ്രധാനമന്ത്രിക്കിട്ടാണെന്ന് BJP അംഗങ്ങൾക്ക് മനസ്സിലായി. ഞാൻ ബജറ്റിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് രാഹുൽ ഗാന്ധി തുടർന്നത്. അതിനുശേഷം അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: സർ, മാർഷൽ ആർട്സിൽ ലക്ഷ്യം എന്തെന്നാൽ ഗ്രിപ്പ് കിട്ടിയാൽ ഉടൻ കഴുത്തിൽ ചോക്ക് ചെയ്യുക എന്നതാണ്. വീണ്ടും ഭരണപക്ഷം ചെറിയ ബഹളം വയ്ക്കുന്നു. ബജറ്റിനെ കുറിച്ച് സംസാരിക്കൂ എന്ന് ഭരണപക്ഷ അംഗങ്ങൾ വിളിച്ചു പറയുന്നു. എന്നിട്ടും രാഹുൽ ഗ്രിപ്പ് വിട്ടില്ല. സർ, ഗ്രിപ്പ് വെച്ച് ചോക്ക് ചെയ്യുമ്പോൾ എതിരാളിയുടെ കണ്ണുകളിൽ അത് കാണാം. അവനെ പിടികൂടി എന്ന് അവന് മനസ്സിലാകും. എതിരാളി 2 or 3 തവണ ചേർക്കും. പിന്നെ അവന് മനസ്സിലാകും ഞാൻ തോറ്റു എന്ന്. जो ओपोनेंट होता है उसकी आंख में दिख जाता है कि बात समझ आ जाती है कि अब मैंने इसको पकड़ लिया है. और होता क्या है सर, वो रेजिस्ट करता है. पहले 2-3 बार ऐसे रेजिस्ट करता है और फिर उसको भी पता लग जाता है कि मैं गया, और फिर वो वहां पे बात खत्म हो जाती है और फिर वो सरेंडर करके ऐसे टैप कर देता है. सर ये सेंट्रल पीस है सर मार्शल आर्ट्स का. ग्रिप से चोक और चोक से टैप. അവിടെ വെച്ച് അവൻ കീഴടങ്ങി ടാപ്പ് ചെയ്യുന്നു. സർ, മാർഷൽ ആർട്സിന്റെ പ്രധാന കേന്ദ്രമാണ് ഇത്. ഗ്രിപ്പിൽ നിന്ന് ചോക്ക്, ചോക്കിൽ നിന്ന് ടാപ്പ്. സർ, ഗ്രിപ്പ് രാഷ്ട്രീയത്തിലുണ്ട്, ബിസിനസ്സിലുണ്ട്. ജൂജിത്സുവിൽ ഗ്രിപ്പ് നമുക്ക് കാണാൻ കഴിയും. കൈ എവിടെയാണ്, എങ്ങനെയാണ് ചോക്ക് ചെയ്യുന്നത് എന്ന് കാണാൻ കഴിയും. പക്ഷേ രാഷ്ട്രീയത്തിൽ അത് കാണാൻ കഴിയില്ല. ആരാണ് ഗ്രിപ്പ് എടുത്തത്, ചോക്ക് എവിടെയാണ് പിടിച്ചിരിക്കുന്നത് എന്ന് കാണാൻ കഴിയില്ല. അത് മറഞ്ഞിരിക്കും സർ. ഞാൻ എക്കണോമിക് സർവേ പരിശോധിച്ചു. എനിക്ക് ഇഷ്ടപ്പെട്ട 2 പ്രധാനപ്പെട്ട പോയിന്റുകൾ അതിലുണ്ട്. ഒന്നാമത്തെ പോയിന്റ്, ജിയോ പൊളിറ്റിക്കൽ സംഘർഷങ്ങൾ വർദ്ധിക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതായത് പഴയ US അധിഷ്ഠിത സിസ്റ്റം, ഡോളർ അധിഷ്ഠിതമായ സിസ്റ്റം, ഏകാധിപത്യ ശക്തി എന്നിവ വെല്ലുവിളിക്കപ്പെടുന്നു.
അമേരിക്കയുടെ മേധാവിത്വം ചൈനക്കാരും റഷ്യക്കാരും മറ്റ് ശക്തികളും വെല്ലുവിളിക്കുന്നു. രണ്ടാമത്തെ കാര്യം, ഊർജവും ധനകാര്യവും ആയുധമാക്കപ്പെടുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്നതാണ്. സ്ഥിരതയുള്ള ലോകത്ത് നിന്ന് അസ്ഥിരമായ ലോകത്തേക്ക് നമ്മൾ മാറുകയാണ്. യുദ്ധത്തിന്റെ യുഗം അവസാനിച്ചുവെന്ന് പ്രധാനമന്ത്രിയും NSAയും കുറച്ചു കാലം മുമ്പ് പ്രസ്താവിച്ചു. എന്നാൽ വാസ്തവത്തിൽ നമ്മൾ യുദ്ധത്തിന്റെ യുഗത്തിലേക്കാണ് നീങ്ങുന്നത്. യുക്രൈനിലും ഗാസയിലും മിഡിൽ ഈസ്റ്റിലും യുദ്ധമുണ്ട്. ഇറാനിൽ യുദ്ധഭീഷണിയുണ്ട്. നമുക്ക് ഓപ്പറേഷൻ സിന്ദൂർ ഉണ്ടായിരുന്നു. ഡോളർ വെല്ലുവിളിക്കപ്പെടുന്നു. US മേധാവിത്വം വെല്ലുവിളിക്കപ്പെടുന്നു. പ്രവചിക്കാൻ കഴിയാത്ത പുതിയൊരു ലോകത്തേക്കാണ് നമ്മൾ നീങ്ങുന്നത്. ഇത് നിങ്ങളുടെ ഇക്കണോമിക് സർവേയിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിനോട് 100% യോജിക്കുന്നു സാർ. ഈ പോരാട്ടത്തിന്റെ കേന്ദ്രബിന്ദു AI എന്ന സങ്കല്പമാണ്. AI പല പ്രത്യാഘാതങ്ങളും ഉണ്ടാക്കുമെന്ന് സർക്കാരിനോട് മുന്നറിയിപ്പ് നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കോൺഗ്രസ് പാർട്ടിയും UPAയും ചേർന്ന് കെട്ടിപ്പടുത്ത ഇന്ത്യൻ IT വ്യവസായത്തിന് ഇത് വലിയ വെല്ലുവിളിയാകാൻ സാധ്യതയുണ്ട്. ഇൻഫോസിസ് പോലുള്ള കമ്പനികൾ ബുദ്ധിമുട്ടും. സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആകുക എന്ന ഇന്ത്യയിലെ ജനപ്രിയ ആശയം വെല്ലുവിളിക്കപ്പെടും. നമ്മുടെ ഒരുപാട് സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാർക്ക് പകരം AI വരും. നമ്മൾ അപകടകരമായ ഒരു ലോകത്തേക്കാണ് നീങ്ങുന്നത്. അത്തരം സമയങ്ങളിൽ ഒരു രാജ്യമെന്ന നിലയിൽ നമ്മുടെ കരുത്ത് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ഏറ്റവും വലിയ കരുത്ത് നമ്മുടെ 1.4 ബില്യൺ ജനങ്ങളാണ്. ബുദ്ധിമാന്മാരും ഊർജ്ജസ്വലരുമായ ജനങ്ങൾ. 21ാം നൂറ്റാണ്ടിൽ ജനങ്ങൾ ഡാറ്റ സൃഷ്ടിക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ഡാറ്റ പൂൾ ഇന്ത്യയിലാണുള്ളത്. ഡാറ്റയാണ് സമ്പത്ത്. ഡാറ്റ ഇല്ലെങ്കിൽ AI കൊണ്ട് കാര്യമില്ല. ലോകത്തിലെ 2 വലിയ ഡാറ്റ പൂളുകൾ ഇന്ത്യയും ചൈനയുമാണ്. ചൈനയേക്കാൾ കൂടുതൽ ജനസംഖ്യ നമുക്കുണ്ട്. നമ്മുടെ ജനങ്ങൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യമുണ്ട്. അതുകൊണ്ട് നമുക്ക് കൂടുതൽ താല്പര്യമുണർത്തുന്ന ഡേറ്റയുണ്ട്. രണ്ടാമത്തെ കരുത്ത് ഭക്ഷണമാണ്. നമ്മുടെ കർഷകരും തൊഴിലാളികളുമാണ് ഇത് ഉൽപ്പാദിപ്പിക്കുന്നത്. മൂന്നാമത്തെ കാര്യം ഊർജ്ജമാണ്. അപകടകരമായ സമയങ്ങളിൽ നമ്മുടെ ജനങ്ങളെയും ഡേറ്റയെയും ഭക്ഷണത്തെയും ഊർജ്ജത്തെയും നമ്മൾ സംരക്ഷിക്കണം. ഡോളർ ദുർബലമാകുന്നതും സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും വില കൂടുന്നതും എല്ലാവർക്കും കാണാം. എന്നാൽ നമ്മുടെ ബജറ്റിൽ ഇതിനെക്കുറിച്ച് ഒന്നുമില്ല. ഊർജവും ധനകാര്യവും ആയുധമാക്കുന്നതിനെക്കുറിച്ചും ബജറ്റിൽ ഒന്നുമില്ല. ജിയോ പൊളിറ്റിക്കൽ സംഘർഷങ്ങളെ നേരിടാൻ എന്ത് ചെയ്യണമെന്നും ബജറ്റിൽ പറയുന്നില്ല. ഇതിനിടയിൽ US-ഉമായി പുതിയ കരാർ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നു. അമേരിക്കയ്ക്കും ചൈനയ്ക്കും ഇടയിലുള്ള മത്സരത്തിൽ ഏറ്റവും വിലപ്പെട്ട ആസ്തി, ഞാൻ വീണ്ടും പറയുന്നു, ഇന്ത്യൻ ഡാറ്റയാണ്. അമേരിക്കയ്ക്ക് ഒരു സൂപ്പർ പവറായി തുടരണമെങ്കിൽ അവർക്ക് ഇന്ത്യൻ ഡാറ്റ ആവശ്യമാണ്. പണ്ട് ജനസംഖ്യ ഒരു ശാപമാണെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ഇന്ന് അത് വലിയൊരു കരുത്താണ്. പക്ഷേ ഡേറ്റയുടെ പ്രാധാന്യം തിരിച്ചറിഞ്ഞാൽ മാത്രമേ അതൊരു കരുത്തായി മാറൂ. ഇന്ത്യ സഖ്യം ട്രംപുമായി ചർച്ച നടത്തുകയാണെങ്കിൽ ഞങ്ങൾ പറയും, പ്രസിഡന്റ് ട്രംപ്, ഇന്ത്യൻ ഡേറ്റയാണ് ഏറ്റവും പ്രധാനം. നിങ്ങളുടെ ഡോളറിനെ സംരക്ഷിക്കണമെങ്കിൽ ഇന്ത്യൻ ജനതയുമായി സഹകരിക്കണം. പക്ഷേ ഞങ്ങളെ സമന്മാരായി കാണണം, വേലക്കാരായി കാണരുത്. ഞങ്ങളുടെ ഊർജ്ജ സുരക്ഷ ഞങ്ങൾ തന്നെ സംരക്ഷിക്കും. നിങ്ങൾ നിങ്ങളുടെ കർഷകരെ സംരക്ഷിക്കുന്നത് പോലെ ഞങ്ങൾ ഞങ്ങളുടെ കർഷകരെയും സംരക്ഷിക്കും. അതായത് ഇന്ത്യ സഖ്യം അവിടെ പോകുന്നത് തുല്യ ശക്തികളായിട്ടായിരിക്കും. Number 1, we give up control over our digital trade rules. Number 2, there is no need for data localization. Number 3, free data flow to the United States. Number 4, limit on digital tax. Number 5, no need to disclose any source code. The finance minister is smiling. She likes to smile. She likes to smile a lot. 20-year free tax holiday to anybody who wants it. To the big tax companies. This is what you've done on data. എന്നാൽ അമേരിക്കയുമായുള്ള കരാറിൽ എന്താണ് സംഭവിച്ചത്? ഡിജിറ്റൽ വ്യാപാരത്തിന്മേലുള്ള നിയന്ത്രണം നമ്മൾ വിട്ടുകൊടുത്തു. ഡേറ്റ ലോക്കലൈസേഷൻ ആവശ്യമില്ലെന്ന് വെച്ചു. അമേരിക്കയിലേക്ക് ഡേറ്റ സ്വതന്ത്രമായി ഒഴുകാം. ഡിജിറ്റൽ ടാക്സിന് പരിധി നിശ്ചയിച്ചു. സോഴ്സ് കോഡ് വെളിപ്പെടുത്തേണ്ടതില്ല. ധനമന്ത്രി ചിരിക്കുകയാണ്. അവർക്ക് ചിരിക്കാൻ ഒരുപാട് ഇഷ്ടമാണ്. വലിയ ടെക് കമ്പനികൾക്ക് 20 വർഷത്തെ ടാക്സ് ഹോളിഡേ നൽകി. ഇതാണ് നിങ്ങൾ ഡേറ്റയുടെ കാര്യത്തിൽ ചെയ്തത്. അടുത്തത് താരിഫുകൾ. ശരാശരി 3% ഇപ്പോൾ 18% ഉയർന്നു. അമേരിക്കൻ ഇറക്കുമതി $46 ബില്യൺ നിന്ന് $100 ബില്യൺ കൂടി കൂട്ടാൻ പോകുന്നു. നമുക്ക് അവർ ഒരു ഉറപ്പും നൽകിയിട്ടില്ല. നമ്മൾ മണ്ടന്മാരെ പോലെ നിൽക്കുകയാണ്. നമ്മുടെ താരിഫ് 18% വർദ്ധിപ്പിച്ചു. അവരുടെ താരിഫ് 16 നിന്ന് 0 കുറഞ്ഞു. പ്രധാനമന്ത്രിക്ക് ഇന്ത്യയുടെ ഏറ്റവും വലിയ ആസ്തി ജനങ്ങളും ഡേറ്റയുമാണെന്ന് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്തത് തുണിത്തരങ്ങളാണ്.
ഞാൻ ഗുഡ്ഗാവിൽ ഒരു ഫാക്ടറി സന്ദർശിച്ചപ്പോൾ അവർ പറഞ്ഞു താരിഫ് കാരണം ഞങ്ങൾ തകർന്നുവെന്ന്. ബംഗ്ലാദേശിന് 0% ഡ്യൂട്ടി നൽകുമ്പോൾ നമുക്ക് അത് 18%. നമ്മുടെ ടെക്സ്റ്റൈൽസ് വ്യവസായം എങ്ങനെ അതിജീവിക്കും? Now the United States will decide who we buy oil from. Yes. The United States will come to us and say, you cannot buy oil from so and so and so and so and so and so. Russia, Iran, whoever they want. They will decide. Our Prime Minister will not decide. Please understand, and they will monitor. ഊർജത്തിന്റെ കാര്യത്തിൽ അമേരിക്ക തീരുമാനിക്കും നമ്മൾ ആരോടൊക്കെ എണ്ണ വാങ്ങണമെന്ന്. റഷ്യയിൽ നിന്നോ ഇറാനിൽ നിന്നോ വാങ്ങരുതെന്ന് അവർ പറഞ്ഞാൽ നമുക്ക് അനുസരിക്കേണ്ടി വരുന്ന അവസ്ഥ. നമ്മുടെ പ്രധാനമന്ത്രി അല്ല അത് തീരുമാനിക്കുന്നത്. ഇന്ത്യ ആരിൽ നിന്നൊക്കെ വാങ്ങുന്നു എന്ന് അവർ നിരീക്ഷിക്കും, അതായത് അമേരിക്ക നിരീക്ഷിക്കും. ശിക്ഷയായി നമ്മുടെ താരിഫ് 50% വർദ്ധിപ്പിക്കും. നമ്മുടെ കർഷകർ വലിയൊരു പ്രതിസന്ധി നേരിടുകയാണ്. അമേരിക്കയുടെ കുത്തക ഫാമുകൾക്ക് വേണ്ടി നിങ്ങൾ വാതിലുകൾ തുറന്നു കൊടുത്തു. ഇത് ലജ്ജാകരമാണ്. ഒരു പ്രധാനമന്ത്രിയും ഇതിനു മുമ്പ് ഇങ്ങനെ ചെയ്തിട്ടില്ല. ലോകം അസ്ഥിരമാണെന്ന് നിങ്ങൾ തന്നെ പറയുന്നു, എന്നിട്ട് നമ്മുടെ ഊർജവും ധനകാര്യവും നമുക്കെതിരെ തന്നെ ആയുധമാക്കാൻ നിങ്ങൾ അമേരിക്കയെ അനുവദിക്കുന്നു. നമ്മുടെ കർഷകരെയും യുവാക്കളെയും വഞ്ചിക്കുന്നു. നമ്മുടെ ഡേറ്റ കൈമാറുന്നു. ഇത്തരം അസംബന്ധങ്ങൾ നിങ്ങൾക്ക് എങ്ങനെ ഇവിടെ നിന്ന് പറയാൻ കഴിയുന്നു? നിങ്ങൾക്ക് ലജ്ജയില്ലേ? American farms, thousands and thousands of acres each farm. You have opened the door to crush our poor farmers. It is disgraceful. It is disgraceful. No Prime Minister has ever done this before. And let me tell you, no Prime Minister after you is ever going to do it. So you are telling us that the world is a place where geopolitical conflict is intensifying. You're telling us energy and finance being weaponized, and then you're having it done to you. You're having it done to our farmers. You're having it done to our youngsters. You're handing our data over. How can you even make these statements? How can you even come to this house and talk this type of nonsense? Yes, sir. Are you not ashamed of yourselves? Are you not ashamed of giving? No. ഇതോടെ സഭയിൽ ഭരണപക്ഷ ബഹളമായി. അസംബന്ധം എന്ന വാക്ക് രാഹുൽ പറഞ്ഞതിനെ കുറിച്ചാണ് തർക്കം. തുടർന്ന് രാഹുൽ ഇങ്ങനെ പറഞ്ഞു, സർ, ഞാൻ അസംബന്ധം എന്ന വാക്ക് ഉപയോഗിക്കില്ല. ലജ്ജയില്ലേ എന്നത് ചീത്തവിളിയല്ല. നിങ്ങൾ ഇന്ത്യയെ വിൽക്കുകയാണെന്ന് ഞാൻ പറയുന്നു. ഭാരതമാതാവിനെ വിൽക്കാൻ നിങ്ങൾക്ക് ലജ്ജയില്ലേ എന്ന് ഞാൻ ചോദിക്കുന്നു. സാധാരണ സാഹചര്യത്തിൽ പ്രധാനമന്ത്രി ഇന്ത്യയെ വിൽക്കില്ലെന്ന് എനിക്കറിയാം. എന്നാൽ അവർ പ്രധാനമന്ത്രിയെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചോക്ക് ചെയ്യുകയാണ്. അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ അവരുടെ ഗ്രിപ്പുണ്ട്. സർ, ഒരാളെ ചോക്ക് ചെയ്യുമ്പോൾ അയാളുടെ കണ്ണുകളിൽ പേടി കാണാം. പ്രധാനമന്ത്രിയുടെ കണ്ണുകളിൽ ഞാൻ ആ പേടി കാണുന്നുണ്ട്. അദ്ദേഹത്തിന് കണ്ണുകളിൽ നോക്കി സംസാരിക്കാൻ കഴിയുന്നില്ല. I am saying that you have sold India. Are you not ashamed of selling India? Yes. Do you have no shame of selling India? You have sold our mother, Bharat Mata. Do you have no shame? That the Prime Minister would not sell India under normal circumstances. He will not do it. You know why he sold India? Because they are choking him. Mr. Rahul, address to the chair, please. He has sold India because they are choking him. They've got a grip on his neck. स्पीकर साहब, मैंने बोला जब चोक लगाते हैं दूसरे व्यक्ति की आंख में देखते हो तो डर दिखता है. सर, पीएम की आंख में डर दिखता है. दिख रहा है सर आंख में आंख नहीं मिला पाते हैं. ഇതിനുശേഷം രാഹുൽ ഗാന്ധി എപ്സ്റ്റീൻ ഫയൽസിനെ കുറിച്ച് പറയാൻ തുടങ്ങി. ഇതോടെ സഭയിൽ വീണ്ടും ബഹളമായി. എപ്സ്റ്റീൻ ഫയൽസുമായി ബജറ്റ് പ്രസംഗത്തിന് ബന്ധമില്ലെന്ന് സ്പീക്കറുടെ റൂളിംഗും വന്നു. जुजित्सु में ग्रिप दिखती है, राजनीति में ग्रिप चोक नहीं दिखता. At the center of our defense budget is a choke applied by Mr. Adani. So I'd like to talk about Mr. Adani and the case in the United States against Mr. Adani, because that is a central part of the budget. സർ, നമ്മുടെ ബജറ്റിന്റെ കേന്ദ്രബിന്ദുവിൽ ഒരു ചോക്കുണ്ട്. അത് മിസ്റ്റർ അദാനിയാണ് പ്രയോഗിച്ചിരിക്കുന്നത്. എനിക്ക് മിസ്റ്റർ അദാനിയെക്കുറിച്ചും അംബാനിയെക്കുറിച്ചും അമേരിക്കയിലെ കേസിനെ കുറിച്ചും സംസാരിക്കണം. അത് ബജറ്റിന്റെ ഭാഗമാണ്. വീണ്ടും സ്പീക്കറുടെ റൂളിംഗ്. ഈ സഭയിൽ ഇല്ലാത്ത ഒരാൾക്കെതിരെ നിങ്ങൾക്ക് എങ്ങനെ ആരോപണം ഉന്നയിക്കാൻ കഴിയും എന്ന് സ്പീക്കർ ചോദിക്കുന്നു. ഇത് സഭാ ചട്ടങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് സ്പീക്കർ പറയുന്നു. പക്ഷേ രാഹുൽ ഗാന്ധി വിട്ടില്ല. സർ, മിസ്റ്റർ അദാനി ഒരു സാധാരണ ബിസിനസ്സുകാരനല്ല.
അദാനി കമ്പനി ഒരു സാധാരണ കമ്പനിയല്ല. അമേരിക്കയിലെ അദാനിക്കെതിരായ കേസ് പ്രധാനമന്ത്രിയെ ലക്ഷ്യം വെച്ചുള്ളതാണ്. അത് BJPയുടെ സാമ്പത്തിക ശൃംഖലയെ ബാധിക്കുന്നതാണ്. രാഹുൽ ഇത്രയും പറഞ്ഞതോടെ രവിശങ്കർ പ്രസാദിൻ്റെ പോയിന്റ് ഓഫ് ഓർഡർ വന്നു. രാഹുൽ തെറ്റായ കാര്യങ്ങൾ പറയുന്നു, വെറുതെ ആരോപണങ്ങൾ ഉന്നയിക്കരുത് എന്നൊക്കെയാണ് രവിശങ്കർ പ്രസാദ് പോയിന്റ് ഓഫ് ഓർഡറായി ഉന്നയിച്ചത്. ഇതോടെ രാഹുൽ അദാനിയെ വിട്ട് അംബാനിയെ പിടിച്ചു. There is a businessman called Mr. Anil Ambani. I want to ask the question, why is he not in jail? The reason he's not in jail is because his name is in the Epstein files. एक तो That's why he's not in jail. राहुल जी जो भी I'd also like to ask Mr. Hardeep Puri, who introduced him मिस्टर चेयर to Epstein. मिस्टर അനിൽ അംബാനി എന്തുകൊണ്ടാണ് ജയിലിൽ പോകാത്തത് എന്ന് ഞാൻ ചോദിക്കുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ പേര് എപ്സ്റ്റീൻ ഫയൽസിൽ ഉണ്ട്. മന്ത്രി ഹർദീപ് പുരിയെ എപ്സ്റ്റീന് പരിചയപ്പെടുത്തിയത് അനിൽ അംബാനിയാണ്. വീണ്ടും സ്പീക്കറുടെ റൂളിംഗ് വന്നു. സർ, അനിൽ അംബാനി സഭയിലെ അംഗമല്ല, അതുകൊണ്ട് എനിക്ക് സംസാരിക്കാം. അദ്ദേഹം പ്രതിരോധ ബജറ്റുമായി ബന്ധമുള്ളയാളാണ്. സർ, ഞാൻ പേരുകൾ ഒഴിവാക്കാം. എപ്സ്റ്റീൻ ഫയലുകളിൽ പേരുള്ള ഒരു ബിസിനസ്സുകാരൻ ജയിലിൽ പോകാത്തതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കാം എന്നായി രാഹുൽ. വീണ്ടും ജഗദംബിക പാലും രാഹുലുമായി തർക്കമുണ്ടാകുന്നു. ഒടുവിൽ പ്രസംഗം അവസാനിപ്പിക്കാമെന്ന് രാഹുൽ സമ്മതിക്കുന്നു. അപ്പോഴേക്കും രാഹുൽ ഒരുവിധപ്പെട്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞു. Now, I don't believe any Indian Prime Minister would do this. Logic ही नहीं है सर. लॉजिक नहीं है सर. ये जो हुआ है सर, ये पूरा सरेंडर है. നമ്മുടെ ഊർജ്ജ സുരക്ഷ വിട്ടുകൊടുത്തിരിക്കുകയാണ്. നമുക്ക് ഇഷ്ടമുള്ളവരിൽ നിന്ന് എണ്ണ വാങ്ങാൻ കഴിയില്ല. ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയും ഇത് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇതിൽ യുക്തിയില്ല സാർ. ഇതൊരു പൂർണ്ണമായ കീഴടങ്ങലാണ്. ഇതൊരു ദുരന്തമാണ്. കാരണം പ്രധാനമന്ത്രിയുടെ മാത്രം കീഴടങ്ങലല്ല, 1.5 ബില്യൺ ഇന്ത്യക്കാരുടെ ഭാവി കൂടിയാണ് അദ്ദേഹം കീഴടക്കിയിരിക്കുന്നത്. BJPയുടെ സാമ്പത്തിക ഘടനയെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ഇന്ത്യയുടെ ഭാവി പണയപ്പെടുത്തിയത് എന്ന് രാഹുൽ ഗാന്ധി ആരോപിച്ചു. ഇതോടെ ഈ ആരോപണങ്ങളുടെ രേഖകൾ രാഹുൽ ഗാന്ധി സഭയുടെ മേശപ്പുറത്ത് വെക്കണം എന്നുള്ള ആവശ്യവുമായി പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു രംഗത്തെത്തി. എല്ലാം മേശപ്പുറത്ത് വെക്കാമെന്ന് രാഹുൽ ഗാന്ധി മറുപടിയും നൽകി. വീണ്ടും സഭയിൽ ഹർദീപ് പുരിയുടെയും അനിൽ അംബാനിയുടെയും പേര് രാഹുൽ ഗാന്ധി ഉന്നയിച്ചു. ഇതോടെ വീണ്ടും റൂളിംഗുമായി സ്പീക്കർ രംഗത്തെത്തി. ഇതോടെ പ്രസംഗം അവസാനിപ്പിക്കാൻ രാഹുൽ ഗാന്ധി തീരുമാനിച്ചു. അക്കാര്യം അദ്ദേഹം സഭയിൽ പറഞ്ഞു. നമ്മൾ കലുഷിതമായ ഒരു കാലഘട്ടത്തിലേക്കാണ് നീങ്ങുന്നത്. രാജ്യം വിൽക്കപ്പെട്ടിരിക്കുന്നു, അതിൻ്റെ ഡേറ്റ വിറ്റിരിക്കുന്നു, കർഷകരെ വിറ്റിരിക്കുന്നു, സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാരെ വിറ്റിരിക്കുന്നു, ചെറുകിട ബിസിനസ്സുകളെ വിറ്റിരിക്കുന്നു, എല്ലാത്തിനുമുപരി നമ്മുടെ സൈന്യത്തെയും ഊർജ്ജ സുരക്ഷയും വിറ്റിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഈ പ്രസംഗം അവസാനിപ്പിക്കുന്നത്. എല്ലാ അർത്ഥത്തിലും ഭരണപക്ഷത്തിന് വലിയ കേട് വരുത്തിയ ഒരു പ്രസംഗം തന്നെയാണ് രാഹുൽ ഗാന്ധി സഭയിൽ നടത്തിയത്. എപ്സ്റ്റീൻ ഫയൽസും റഷ്യൻ എണ്ണ വിഷയവും ഇന്ത്യൻ ഡേറ്റ അമേരിക്കയ്ക്ക് ഉപാധികളില്ലാതെ നൽകിയതും ട്രംപിന് മോദി അടിമയാകുന്ന അവസ്ഥയുമെല്ലാം രാഹുൽ ഗാന്ധി ബുദ്ധിപൂർവ്വം സഭയിലേക്ക് കൊണ്ടുവന്നു. രാഹുലിൻ്റെ പ്രസംഗത്തിൻ്റെ വിവിധ ക്ലിപ്പുകൾ ഇതിനകം തന്നെ അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ്ങുമാണ്. എന്താണ് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം? കമൻറ്റ് ചെയ്യുക. വാട്സപ്പിൽ പേജ് 10 സ്റ്റോറീസ് വീഡിയോകൾ കിട്ടാൻ കമൻറ്റ് ബോക്സിലുള്ള ലിങ്കുകൾ ക്ലിക്ക് ചെയ്യുക. വാട്സപ്പ് ചാനലിലോ വാട്സപ്പ് ഗ്രൂപ്പിലോ അംഗമാകാം. നന്ദി, നമസ്കാരം.